ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹമൂസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വെളുത്തെള്ളും ഒലീവ് ഓയിലും വെച്ചിട്ട് തഹീനി ഉണ്ടാക്കാം. വെളുത്ത കളർ എള്ള് തന്നെ എടുക്കണം, കറുത്ത കളർ എള്ള് എടുക്കാൻ പാടില്ല. 1/2 ഗ്ലാസ് വെളുത്തെള്ള്. ഒലീവ് ഓയിൽ വേണം. ഒലീവ് ഓയിൽ ഇല്ലാത്തൊരു സൺഫ്ലവർ ഓയിൽ ആയാലും എടുത്താൽ മതി, വെളിച്ചെണ്ണ എടുക്കരുത്. 1/2 ഗ്ലാസ് എള്ള് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കരിയാണ്ട് വറുത്തെടുക്കാം. എള്ള് കരിയാണ്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിൽ പൊടിച്ചെടുക്കാം. എള്ള് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിൽ പൊടിച്ചെടുക്കാം. എള്ള് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. തഹീനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. 200 ഗ്രാം വെള്ളക്കടല ഇന്നലെ രാത്രി വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. എന്നിട്ട് ഇന്ന് കുക്കറിൽ ഉപ്പിട്ട് വേവിച്ചെടുത്ത്. ഇത് ഞാൻ തൊലി കളഞ്ഞെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തൊണ്ടോട് കൂടി എടുക്കാം. ഒരല്ലി വെളുത്തുള്ളി, 1 ലെമൺ പിഴിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും. ഇനി ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ആദ്യം വെള്ളക്കടല ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം പോരാത്തോണ്ട് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ പാകത്തിൽ വേണം കിട്ടാൻ. ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം. പോരെങ്കിൽ ലെമൺ ജ്യൂസും ഉപ്പും വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തഹീന ചേർത്ത് വീണ്ടും നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഹാമൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും ബ്രെഡിനും കുബൂസിനും പൊറോട്ടയ്ക്കൊപ്പം കൂട്ടി കഴിക്കാം. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.